ആവി പറത്തുന്ന കോഴിക്കറി, അതിന് കൂട്ടായിട്ട് ദേ ഈ കാണുന്ന പിടിയും. അരി പൊടിച്ചെടുത്ത് വെളുത്തുള്ളിയും ജീരകവും അരച്ച് ചേർത്ത് അതിലേക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടിയത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം തിളച്ച വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റണം. അത് പിന്നെയും തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പിടിയുടെ പാചക രീതി. നമ്മളുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും പല രീതിയിലുള്ള പാചകമാണ്. ചേരുവകൾ വ്യത്യാസം വരാം, അതുപോലെ തന്നെ പേരിലും വ്യത്യാസം വരാം. എന്തായാലും ഇതിന് കൂട്ടായിട്ട് പറ്റണത് നല്ല കോഴിക്കറി, അതുമല്ലെങ്കിൽ നല്ല ബീഫ് കറി ഉണ്ടെങ്കിൽ ഇത് എന്തോരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കൂടാതെ ഒരു ഇച്ചിരി ഇഞ്ചി ഏലക്കായൊക്കെ ഇട്ട നല്ലൊരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആഹാ, അതീവ രുചികരമായിരിക്കുള്ളൂ. എന്തായാലും നല്ലൊരു ഭക്ഷണമാണ്. നല്ല രീതിയിൽ പാചകം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കോ രാത്രിയിലത്തേക്കോ രാവിലത്തേക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ്. അപ്പോൾ മറ്റൊരു ഭക്ഷണ വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റ.